Service Corporation Limited are sitting together today to chalk out practical plans to make Kerala rabies-free by 2015. The day's activities were started by an awareness rally which was flagged off by the worshipful Mayor of Trivandrum Corporation, Sri J.N.C. Babu, who is noted for his enthusiasm in the health of a healthy Kerala. The rally was led by a band of children from the Sri Chitra home. Let us sit together, let us discuss in detail, and let us come out with a clear-cut, specific program for the control of rabies. We should be ready to pour all our resources in terms of man and money for the control of this dreadful disease. വളരെ ഭീകരമായ വേദനയും അതുപോലെ തന്നെ ഭീകരമായ ഒരു ചിത്രവുമാണ് റാബീസ് ബാധിക്കുന്ന രോഗികളിൽ നമ്മൾ കാണുന്നത്. ഇത് പകരുന്നതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഈ വിഷയം കേരളം ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമാണ്. ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെല്ലാം അതിവിദഗ്ധന്മാരായ ഡോക്ടർമാരും ആ മേഖലയുമായി ബന്ധപ്പെട്ട സമുന്നതന്മാരായ ശ്രേഷ്ഠ വ്യക്തികളാണ്. അവരെല്ലാവരെയും ഞാൻ ഒരു ഉത്സാഹം അതുമായി ബന്ധപ്പെട്ട ഇവിടെ പങ്കെടുക്കുന്നവരെല്ലാവരെയും ഞാൻ വളരെ ആത്മാർത്ഥമായി കൺഗ്രാജുലേറ്റ് ചെയ്യാം. നോ ഡൗട്ട് അറ്റ് ആൾ. It's a laudable function, no doubt. പക്ഷെ ഇതാണോ നമ്മുടെ ലക്ഷ്യം? ഇനി നിങ്ങൾ പിരിഞ്ഞു പോയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു വെറ്ററിനറി ഡോക്ടറും ഒരു ഹെൽത്ത് സർവീസിലെ ഡോക്ടറായിട്ട് പോയി എന്ത് ചെയ്യാൻ പോകും? എവിടൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ ഒരു ഡേ റാബിഡ് ഫ്രീ സ്റ്റേറ്റായി മാറ്റാൻ കഴിയുമോ? അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ ഇട്ടാൽ ആക്ഷൻ പ്ലാനുമായി ഗവൺമെന്റിന്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് വലിയ പിന്തുണ ഉണ്ടായിരിക്കും. ഇത് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും കൃഷിക്കാരുടെയിലേക്കും നാട്ടുപുറങ്ങളിലേക്കും ഒരു വലിയ മെസ്സേജായി പോകണം. നിങ്ങൾ ഇപ്പോൾ വിജയനുണ്ട് അവരെല്ലാം കൂടി ആലോചിച്ചിട്ട് PRD വഴി ഇതിന്റെ ഒരു ഡോക്യുമെന്ററിയോ ഒരു എന്തെങ്കിലും ഒരു ഫിലിം, ഇപ്പൊ എല്ലാം വിഷ്വലാണ് ആളുകൾക്ക്, ഒരു ഫിലിം ഒരു ഡോക്യുമെന്ററി എങ്ങാനും എടുക്കാനുള്ള തീരുമാനം ഈ വകുപ്പുകളെല്ലാം അതിന്റെ ഫിനാൻസ് ജനറേറ്റ് ചെയ്യണം. കാരണം ഇതിനിപ്പോ ഒരു ഫയൽ എഴുതി ഫിനാൻസിൽ പോയാൽ പിന്നെ ഈ 2 കൊല്ലത്തേക്ക് അത് തിരിച്ചു വരില്ല. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഞങ്ങളുടെ കൈവശമുള്ള ഇത്ര കാശികളെടുത്ത് ഒരു കൺസോർഷ്യം പോലെ ഉണ്ടാക്കി ഒരു നല്ല ഒരു 3 മാസത്തിനകം നിങ്ങൾക്കൊരു ഡോക്യുമെന്ററി ഫിലിം എടുത്ത് അത് റിലീസ് ചെയ്യാൻ കഴിയണം. അത് ഇന്ത്യക്ക് തന്നെ